അങ്ങനെ വീക്കെൻഡിന്റെ വീണ്ടും ഒരു ഹിറ്റ്. ആരെയും മേടിച്ചില്ല. ഇതിനും അതും മേടിച്ചു. മേടിച്ചിട്ടുണ്ട്. നമ്മളതിൽ എഴുതിയിട്ടുണ്ട്. മറ്റേ അവരേക്ക് മറ്റേ ഇത് കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. അപ്പോൾ വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടിയാണ് നമ്മൾ ഈ സിനിമ തിരയിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ട് പലയിടത്തും പല വേദികളിലും തള്ളിയതാണെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഷോകൾ ഇന്നലെ രണ്ടേക്കാൾ ഷോസിൻ്റെ കൂടി അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എറണാകുളത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിൽ മഴയുണ്ടായിട്ട് കൂടി ഒരുപാട് പ്രേക്ഷകര് സിനിമയെ സ്നേഹിച്ചും അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഷോയിലാണെന്നുണ്ടെങ്കിൽ അല്ലാതെ ഒരുപാട് നിറഞ്ഞ സദസ്സുകൾ സിനിമ ഓടുമ്പോൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബാക്കി ഞങ്ങളുടെ നായകനായ ധ്യാൻ തന്നെ പറയാം. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അത് നമ്മൾ നിങ്ങളുടെ കൂടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്നൊരു നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ, കോവിഡ് തിരിച്ചു വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. ആദ്യമായിട്ടൊരു ഇതുപോലൊരു സ്ഥാനം വരുമ്പോൾ പലതും വരുമല്ലോ. അപ്പൊ അങ്ങനെ വിജയവും തിരിച്ചു വരുന്നു. അപ്പോൾ സന്തോഷം, ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ വെച്ചത്. അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്ന് പോകാനും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ, കാരണം നമ്മളുടെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസ് ഒക്കെ തന്നെ, നൈറ്റ് ഷോസും ഡേ ഷോസും ഒക്കെ നമുക്ക് ഹൗസ്ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഓൾ കേരള നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഏറ്റവും സക്സസ് റേറ്റുള്ള ബാനറാണ് മലയാളത്തിൽ. അപ്പോൾ അവർ നമ്മളെ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയോഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇന്ദ്രനീലും രാഹുലുമാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ്. നിങ്ങൾ ഇവരെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിനു മുന്നേ ആരുടെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ചേച്ചി സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ധൈര്യം കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിനോട് ചോദിക്കുകയും ചെയ്തു, പുതിയ സംവിധായകർ നമ്മളെപ്പോലത്തെ ഒരാൾ നടൻ, അപ്പോൾ ഒരു സിനിമ എടുക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നത് ചോദ്യം വരും. അപ്പോൾ ചേച്ചി അതിന് ഉത്തരം പറയേണ്ടി വരും.
അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ അബോവ് ആവറേജ്, ആവറേജിന് മുകളിൽ, അല്ലെങ്കിൽ വെരി ഗുഡ് അബോവ് ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന ഒരു സിനിമ അഭിപ്രായം വരാൻ വലിയ കാര്യമാണ്. ഇപ്പം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു 90% ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. റിവ്യൂസ് ആയിക്കോട്ടെ, ക്രിറ്റിക്സ് ആയിക്കോട്ടെ, നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും ഒരാൾ തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ടീം എഫേർട്ടാണ്, ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്താ ചേച്ചി പോയി സന്തോഷമുണ്ട്. നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. നല്ല റിവ്യൂസാണ്. ഇത്രയും ഷോസിന് നന്നായിട്ട് പോകുന്നുണ്ട്. തെറ്റുണ്ട്, നന്നായി നോക്കി പ്രേക്ഷകരെ വരണ്ടിയായിട്ട് സ്വീകരിച്ചു. ഒരുപാട് പ്രേക്ഷകരോട് നന്ദിയുണ്ട്. താങ്ക്സ്. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ വാട്സപ്പായിട്ടുള്ളൊരു മൂവിയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സോഫിയാൻ്റെ ധൈര്യത്തെക്കുറിച്ച് റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാരണം നല്ല ബുക്കിങ്സൊക്കെ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ക്രീൻ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രാൻഡ് മാക്സ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ സിനിമ കാണാമെന്നാണ് പറയാനുള്ളത്. കാരണം തിയേറ്റർ വാച്ച് തന്നെ ചെയ്തെടുത്തേക്കുന്ന സിനിമയാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിവ്യൂസും ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നാളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സിനിമയെ നല്ല രീതിയിൽ വരാനായിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓരോ മൗത്തിൽ കൂടിയാണ് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പോൾ സിനിമയുടെ റിവ്യൂസും ഫീഡ്ബാക്സൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. നല്ല സിനിമയാണെന്ന് കണ്ട അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കാണാത്തവർ തിയേറ്ററിൽ വന്ന സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. സിബി സംസാരിക്കും. നമ്മുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. താങ്ക് യു. ഹായ് ഓൺ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പ്രോജക്റ്റ് ഞാൻ അത്യാവശ്യം എനിക്കൊരു ഓഫീസ് കഴിഞ്ഞ 1.5-2 വർഷത്തോളം എനിക്ക് ഗ്യാപ്പാണ്. മ്യൂസിക് ഡയറക്ഷൻ ബേസ് ഞാൻ വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് വന്നൊരു പ്രോജക്റ്റായിരുന്നു. 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ എന്നെ ഡ്രൈവ് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന് ഓഫ് കോഴ്സ് വീക്കെൻഡിൻ്റെ പടമായതുകൊണ്ട്. സെക്കൻഡ്, എനിക്ക് ഇന്ദ്രനീല് ഫസ്റ്റ് ഒരു ചെറിയൊരു കണ്ടന്റ് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള ടെക്നിക്കലി ബാക്കിയുള്ള വിഷ്വൽ സൈഡ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവർക്ക് ഓൾറെഡി അവർ തന്നെ അവർ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ പടത്തിന്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ അവർ എന്ത് സൗണ്ട് സ്കേപ്പ് ആയിരുന്നു വേണ്ടതെന്നുള്ളത് അവർക്ക് ഭയങ്കര ഡെഫിനറ്റ് ആയിരുന്നു. ഈ കുറച്ച് റെട്രോ സിങ്ക്. അപ്പം എന്നെ സംബന്ധിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓപ്പർച്യൂണിറ്റിയാണെങ്കിൽ അവസാനമായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് ഇന്നായ ഒരു ടെക്നീഷ്യനാണ് ഞാൻ. അവസാനമായിട്ട് ഫയൽസ് ഡെലിവർ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ്. അപ്പം മൊത്തത്തിൽ നന്നായിട്ട് വന്നു. എനിക്ക് പേഴ്സണലി മൊത്തം പ്രോജക്റ്റിന് എല്ലാവരും നല്ലത് പറയുന്നുണ്ട്. പിന്നെ സ്കോറിനും നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഒരു വർഷം ഏറ്റവും സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ പലപ്പോഴും ആരോപണം നേരിട്ടിട്ടുണ്ട്. മധുരം നിറഞ്ഞ പ്രതികാരവും പകരം വീട്ടിലും കനക്ക് തീർക്കലുമാണ് ഈ ചിത്രത്തിന്റെ. അങ്ങനെയൊന്നും നാക്കണ്ട. കഴിഞ്ഞ ചോദ്യം തിരിച്ചില്ല. അല്ല അങ്ങനെയൊന്നും അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല. കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ തീരുമാനം വിട്ടിട്ട് കാര്യമില്ല. കാരണം സിനിമയാകുമ്പോൾ അത് ഓടും, ചിലത് ഓടാതെ പോവും. അപ്പൊ ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണല്ലോ.
അപ്പൊ അതിനിടയിൽ ചില സിനിമകളോടും ചില സിനിമകൾ നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു, ചില സിനിമകൾ ഇടക്ക് ഓടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല. ഒരു സിനിമ ഒരിക്കലും ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നത് മാത്രം. കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല, അല്ലെങ്കിൽ ചിലത് ഓടാം, മുൻകൂർ ജാമ്യം മുൻകൂർ ഓടും. അല്ല കേക്ക് മുറിച്ച് പഠിക്കുന്നത് മധുരം നിറഞ്ഞ പ്രതികാരമാണ്. അതുകൊണ്ടാണ് കേക്ക് മുറിച്ച് സാധനം അല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് വീഴും. ചുമ്മാ അല്ല അങ്ങനെയല്ല. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ. കേക്ക് മുറിക്കുക, സക്സസ് സെലിബ്രേഷൻ, സക്സസ് പ്രസ് മീറ്റുകൾ. ഇപ്പൊ അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി, അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞു സക്സസ്. അപ്പൊ എന്തായാലും സന്തോഷം, ഇത്രേ ഉള്ളൂ. എല്ലാ ആശംസകളും. അതെ അതെ അതെ. ആ വാ. ആ കണ്ടിട്ടുണ്ടോ ചേച്ചി? അറിയില്ല, ഇല്ല ബേസിൽ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല. ആ അത് എന്നോടല്ല, നിങ്ങൾ പറഞ്ഞു. ബേസിക്കലി ഒരു ക്രീപ്പിനെസ് നമ്മുടെയൊക്കെ ഉള്ളത് വേണം തോന്നി. അപ്പോൾ അതിൽ പണ്ട് 90 സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഷാർക്ക് എന്ന് പറഞ്ഞൊരു കോമൺ സംഭവം കിട്ടുന്നത് കൊടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ അത് ഷിപ്പുമായിട്ട് അല്ലെങ്കിൽ റോഷാക്കായിട്ട് അങ്ങനെ കണക്ഷനൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നമുക്ക് ബേസിക്കായിട്ട് കിട്ടാവുന്ന സാധനമാണ് ഈ ഷാർക്കിൻ്റെ ഒരു കഷ്ണം. സോ അത് കിട്ടുന്നത് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. സോ ആദ്യം നമുക്ക് സീനിയർ ആക്ടറിനൊക്കെ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഫൈനലി സ്ക്രിപ്റ്റ് കുറേ ചേഞ്ച് വരുത്തിയപ്പോൾ ഞാൻ ടീം മെയ്ഡായിട്ട് നോക്കി ഞാൻ തന്നെ അപ്രോച്ച് ചെയ്തു. പുള്ളി ഓക്കെ പറഞ്ഞു. കിടപിടിക്കുക അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഇതിൽ ശരിക്കുള്ള നായകൻ സിജുചേട്ടനാണ്. ഈ പേര് മാത്രമേ ഉജ്ജ്വലെന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ സിജുചേട്ടനാണ്. അല്ല അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സിജുചേട്ടനാണ്. നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും. സാധാരണ നായകനാണല്ലോ ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധി വേണ്ടത്. അല്ലല്ല, ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല, കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല. അതിനു വേണ്ടിയിട്ട് സിജുചേട്ടൻ. അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സിജുചേട്ടനാണ് ഇവിടുത്തെ നായകൻ. അല്ലേ? രണ്ട് എക്സ്പീരിയൻസ് ആണ്. ഇന്റർവ്യൂ വേറെയാണ്, സിനിമയിൽ കഥാപാത്രമല്ല. ഇപ്പോൾ ധ്യാനാണെങ്കിൽ ഇന്റർവ്യൂലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്റർവ്യൂവിലെ തമാശകള് സിനിമയിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ഡിഫറെന്റ്, സിനിമയിലെ കഥാപാത്രം ഡിഫറെന്റ്. അപ്പോൾ അവിടെ കാരണം ഇതിനിടയിൽ കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ഇതൊരു നാട്ടുമ്പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും, കാരണം കുറച്ച് 1-2 പേരിൽ പറയുന്നത് കേട്ടു ഇത് ഹ്യൂമർ ഒന്നുമില്ലോ, കോമഡി ഒന്നുമില്ല. നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം. അതിൽ കുറച്ച് കാരിക്കച്ചറൈസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. കാരണം ഇതൊരു കോമഡി പടമല്ല. ഒരു പോയിന്റ് ശേഷം സെക്കൻഡ് ഹാഫൊക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ്. അതൊന്നും എടുത്ത് പറയണം തോന്നുന്നത്. അല്ല, എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ്. അപ്പൊ അവരോട് ചോദിക്കണം, എനിക്ക് എല്ലാ റോളും ഒരുപോലെ ഇല്ലേ? എടാ ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോ ധ്യാൻ ഏതാ അതെ അങ്ങനെ ഒരു ആഗ്രഹം നീ അല്ലല്ല, അവൻ ചോദിച്ചത് കറക്റ്റല്ല. അല്ല, എനിക്ക് അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനൊരു സിനിമ ഒരു കഥ വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര് വിസ്ലിംഗ് ബുക്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത്
നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് ആക്ടർ. ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക, അവരുടെ ഒരു കൺവിക്ഷനിലൂടെ നിൽക്കുക. അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ ന്യൂ ഏജ് അവർ പുതിയ ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ പേഴ്സണലിനോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ. ഞാൻ മേ ബി സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിലാണ് എനിക്ക് ലവ് ആക്ഷൻ ഒക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ല. ഈ സക്സസും ഈ പറയുന്ന പോലെ 2 ആഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നുമില്ല. അപ്പം പടം ഓടുക, ആത്യന്തികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഓടിയാൽ സന്തോഷം, ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു നടനുണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതേട്ടനായിരുന്നു. അത് പ്രൂവ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. തുടരെ എല്ലാ പടത്തിലും ഞാൻ അഭിനയിച്ചുകൊണ്ട് ഈ പടം മോശമാവുന്നില്ല. പക്ഷെ ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തു. ഞാൻ ചേട്ടന് ഒരു പടം പേഴ്സണലി ഒരു പടം എത്ര പടം ആക്ടിങ് ചെയ്തിട്ട് ഒരു ആക്ടിങ്ങിനോട് പാഷൻ തോന്നാൻ എന്റെ കാരണം. അല്ല, എനിക്ക് പണ്ട് മുതൽ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ളൊരു സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് തന്നെ ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയതും. അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ. പിന്നെ തിര ചെയ്തു. തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിലിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു. കപ്പ്യാര് അജു നീരജ് ഉള്ളത് കൊണ്ട് ചെയ്തു. ഒരേ മുഖം സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു. പിന്നെ ഗൂഢാലോചന അതേപോലെ അജു ബാസി ഒക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ. അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി. പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ. അപ്പൊ എനിക്ക് പണ്ട് മുതൽ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ, നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് നല്ലത് വരുമ്പോ, നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു, ഉജ്ജ്വലൻ വന്നു, നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും എഴുതി. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ്. അപ്പം അത് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും. ആദ്യം ചിലപ്പോൾ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത്. ആദ്യം അവർ ആലോചിക്കുക ദുൽഖറിനോട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. പിന്നെ അത് താഴ്ത്തി ആരും ചെയ്യാതെ വരുമ്പോൾ നമ്മളിലേക്ക് എത്തും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും. അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയർ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വാഭാവികം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്തു. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ സോഫിയ ചേച്ചിന്റെ ഒരു ബാനറിലൊരു സിനിമ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ, കാരണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു. അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്തത്, ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളുടെ ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് അപ്പോൾ ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു, നന്നായി ചെയ്തു, അല്ലെങ്കിൽ നല്ല രസമുണ്ട് കാണുന്ന സിനിമയിൽ. അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ്. കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിന് മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം, ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം. ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിലും കാണാത്തത് കൊണ്ട് ചില സിനിമകൾ, പിന്നെ അതിഥിയുമായിട്ട് കഥ നന്നാവണം, സിനിമ നന്നാവണം, ഓവറോൾ നന്നാവണം. ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെ. ശ്രീനി സാറിന്റെ ഒരു മാനറിസംസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ധ്യാൻ ചേട്ടന്റെ
പല ഷോട്ട്സിലും. അത് അറിഞ്ഞുകൊണ്ടിട്ടതാണോ അതോ ഔട്ട് കണ്ടപ്പോ ചേട്ടന് ഫീൽ ചെയ്തായിരുന്നോ? എന്റെ അച്ഛനല്ലേ, ചിലപ്പോ തോന്നുന്നു. എന്റെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഒരാളാണ് ഇപ്പൊ അവള്. താങ്ക് യു. തൊട്ടപ്പുറത്ത് ഐശ്വര്യ, നീ താങ്ക് യു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടക്ക് രാത്രിയാ പോയത് അല്ലേ? ഫസ്റ്റ് തൊഴിലിനേക്കാളും ഇഷ്ടം എന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? എന്താ നിനക്കറിയണ്ട അച്ഛനെ പോലെ സാമ്യം തോന്നിയോ? അല്ലല്ല, അത് മനഃപൂർവ്വം അങ്ങനെ. എനിക്ക് ഞാൻ കഴിഞ്ഞ ഇടയിൽ BGMയുടെ ഒരു പരസ്യം ചെയ്തിരുന്നു, സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ സ്പൂഫ് മറ്റേ സാധനം. അപ്പൊ അന്ന് ഞാൻ അനൂപാണ് ഡയറക്ട് ചെയ്തത്, സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനെ ഡയറക്ട് ചെയ്തത്. അപ്പൊ അനൂപനോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം. സാധാരണ അച്ഛന്റെ മാനറിസം കൂടുതലും, അച്ഛന്റെ ഛായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പോ അനൂപനോട് ചോദിച്ചു ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ള സമയം. പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ അതിന്റെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി, ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പ് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ 1-2 പേര് എന്നോട് പറയുകയും ചെയ്തു. അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു, അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞോന്ന് പറഞ്ഞു. എന്താ സിനിമയുടെ പേര്? ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, സിനിമയുടെ ചോബി ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയാൻ അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ അച്ഛൻ ഈടേന് സിനിമ കാണാനേ പോകാറില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചീത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും. അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ല നല്ലതാണോ, ഞാൻ വെച്ചിട്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സിനിമ കാണാൻ വരും 2 പേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസനൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കല്ലേ. നിങ്ങളെ പോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ ആരെ ഹെൽപ്പ് ചെയ്യാതെ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കുന്നത് എന്തൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്? അതേപോലെ സോഫി മാമിനെ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ്? ആക്ച്വലി ഒരു സ്ട്രഗിളും ഇല്ലായിരുന്നു. ഞാൻ മാമിൻ്റെ ഒരു മെയിൽ അയച്ചു, നമ്മുടെ ഫ്രണ്ട് ചെറിയൊരു ബ്രീഫ് വെച്ച് എനിക്ക് ഒരു ജോണറിനെ പറ്റി മെൻഷൻ ചെയ്തു. ഒരു 10 minutes എനിക്ക് റിപ്ലൈ കിട്ടി. ഞാൻ കഥ പറഞ്ഞു, ഞാൻ വെരി കൂളാണെന്ന് തോന്നുന്നത് സ്റ്റോറി പറയുന്നത്. അപ്പോൾ സ്റ്റോറി പറഞ്ഞാൽ മാമിന് ഇഷ്ടമായി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറേ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് 1 വർഷം എടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ഫൈൻ ചെയ്യാനും കാര്യങ്ങളില്ല. പ്രൊഡക്ഷൻ ടീം കംപ്ലീറ്റ്ലി കോപ്പറേറ്റ് ആയിരുന്നു നമ്മളെടുത്ത്. സോ നമ്മൾ സ്ട്രഗിൾ ഒന്നും ഇല്ലാതെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സിനിമ. അതിപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ട് ടൈം ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ മൊത്തത്തിൽ വളരെ ഈസി ആയിട്ട് പ്രോസസ്സ് ആയിരുന്നു. സത്യം സ്ട്രഗിൾ ഇല്ലായിരുന്നു. നിങ്ങൾ 2 പേർക്കിടയിൽ അഭിപ്രായം ഉണ്ടാവാമല്ലോ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തത്? അതിൽ ഷൂട്ടിന് മുമ്പ് തന്നെ സോർട്ട് ഔട്ട് ചെയ്തത്. നമ്മളെല്ലാം കംപ്ലീറ്റ്ലി ഓൺ സെയിം പേജ് ആയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഓൺ സെറ്റ് അങ്ങനത്തെ എന്താ പറയുക ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനൊന്നും വരാറില്ലായിരുന്നു. ധ്യാൻ ചേട്ടൻ ഓൾറെഡി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൂട്ടിന് 2 ആഴ്ച മുന്നേ സ്ക്രിപ്റ്റ് കേട്ടിട്ട് സജഷൻസ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഭയങ്കര ആ ഒരു 2 വീക്ക് എങ്ങനെയാണ് നിങ്ങൾ പിന്നെ സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തിയത്? നമ്മൾ ആക്ച്വലി സജഷൻ നല്ലതായിരുന്നു. അപ്പോൾ അത് ഇൻകോർപ്പറേറ്റ് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ചെറിയൊരു ടെൻഷനായിരുന്നു. പക്ഷെ അത് ആ 2-3 ദിവസത്തിൽ നമ്മൾ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ അത്ര വലിയ പ്രോസസ് ഒന്നും അല്ലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു പ്ലോട്ട് പോയിന്റ് ആയിരുന്നു. വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഹലോ, ധ്യാൻ എന്ന് പറഞ്ഞ നടൻ 1 വർഷം അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ കണ്ടുനിൽക്കുന്ന നമുക്കറിയാം. ഈ സ്റ്റാർട്ട് അത് ഇവർക്ക് അത്രത്തോളം പടം വരാത്തോണ്ട്, അല്ലെങ്കിൽ 2 ആൾ അഭിനയിച്ച് റെഡിയാണ്, ഒന്നും വരുന്നില്ല. അതാണ് കൃത്യമായിട്ട് ചോദിച്ചു, 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. അത് എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു.
വരുന്നു ചെയ്യുന്നു. ഇവന്റെ അത്ര വരുന്നില്ല. ഓക്കെ. അല്ല, നമുക്കിതിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമയിൽ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, പല പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ന് പറയുന്നത് നടനൊക്കെ ഒരു 13-15 സിനിമകൾ മിനിമം ചെയ്തിട്ടുണ്ടാവും. എടാ, ഈ കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതില്ലേ. ഞാൻ നടിഗറിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സിൽ 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണത്. അപ്പൊ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ, വർഷങ്ങൾക്ക് ശേഷവും പിന്നെ 3 സിനിമ 4 സിനിമകൾ ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചവറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ 13-14 ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ 4 എല്ലാം എന്റെ തലയിലിടരുത് കേട്ടോ. ഞാൻ ചോദിക്കുന്നതിനോടാണ് ഈ കഥാപാത്രങ്ങൾ പോയി ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിന് ഇപ്പം എല്ലാവർക്കും അല്ലെങ്കിൽ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്. എനിക്കൊരു നടനെ സംബന്ധിച്ച് ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം. അപ്പോൾ ഞാനൊരു നടൻ എന്നുള്ള രീതിയിൽ ഇത്ര സിനിമകൾ ചെയ്യുമ്പോഴൊരു എങ്ങനെയായിരുന്നു ഞാൻ അടുത്തല്ലേ ചോദിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ചോദിക്കും, ഞാൻ ഇത്തരം വളർച്ച കാണുമ്പോൾ പറയും അസൂയ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എനിക്ക് ചോദ്യം മനസ്സിലായില്ല എന്താണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ ആക്ടേഴ്സ്, ഞാൻ ആസ് എൻ ആക്ടർ എനിക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ എങ്ങനെ അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഞാൻ ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ വിഷൻ്റെ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മറ്റു കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവുന്ന ഇതൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വർഷം ഇത്ര സിനിമ ചെയ്യുമ്പോഴേ അത് ചോദിക്കും. എന്നോട് ചോദിക്കുകയാണല്ലോ, ധ്യാനത്തിലല്ലേ ചോദിക്കേണ്ടത്. ഏതാ എടാ, നാളെ നീ ഒരു സിനിമ ചെയ്യാൻ വിളിക്കണം, ഞാൻ വല്ലൂടെ എന്റെ കഥയെല്ലാം കൊള്ളൂല്ലെങ്കിൽ പോലും. അത്രേ ഉള്ളൂ. അതാണ് ആ ബന്ധത്തിന്റെ പുറത്തല്ലേ അല്ലേ. ദൈവൻ എന്നോട് ചാൻസ് ചോദിച്ചു, അഭിനയിക്കാൻ വന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ തിരിഞ്ഞു. ആ, അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ. അതിലൊരു ബന്ധം. ഇത് നാളെ സിനിമയിൽ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ റോണിച്ചേട്ടൻ കണ്ണൂസിനോട് 2 വിളിച്ചാൽ ഞാൻ പോകും. വലിയ സിനിമയ്ക്ക് ചെറിയ സിനിമയ്ക്ക് ഈ സിനിമ തീരുമാനിക്കാൻ വലിയൊരു പോലീസിനുണ്ട്. അത്തരം ഒരു തീരുമാനം ഞാൻ അവിടെ തീരുമാനിക്കാൻ കാരണം നമ്മൾ പുതിയ ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ, ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് നമ്മളിപ്പോൾ സിനിമ ചെയ്തു. ആർട്ടിസ്റ്റ് ആയാലും അപ്പം അതും പുതിയ ഡയറക്ടർ, അത് വലിയ ബഡ്ജറ്റ് കൂടിയായിരുന്നു, അതും നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു. അതും മെയിൻ ആക്ടേഴ്സ് അല്ലല്ലോ അതിന് അഭിനയിച്ചത്. പിന്നെ ഇവർ വന്ന് ഇവരുടെ കഥ പറഞ്ഞ് നമുക്ക് ഒരു സന്തുഷ്ടപ്പെട്ടു, അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുയോജ്യമായ ആക്ടർ നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ധ്യാൻ 2-3 പേരായിരുന്നു നമ്മൾ അതിലുണ്ടായിരുന്നു. ധ്യാനോട് ആക്ച്വലി ഞാൻ ധ്യാനായിട്ട് സംസാരിക്കുന്നത് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ധ്യാനൊന്ന് കേൾക്കണം. അത് കേട്ടു, ഞാൻ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളുടെ പ്രോജക്റ്റ് ഓണായി. പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട് ധ്യാൻ റെഡിയാണ് നമ്മൾ ചെയ്യുള്ളൂ. അതിലൊരു ചാൻസ് വെച്ചാൽ നടക്കൂല്ലോ. നമ്മൾ ഒരുമിച്ചാണ് ഒരു പടം ഇതുവരെ ഓടിയിട്ടുണ്ട്. ഒരു പടം ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ കോമ്പോ ഫ്ലോപ്പാണ്. അതെ. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛനെ 500 സ്ക്രിപ്റ്റ് എഴുതരാന്ന് സാധനം ഓർമ്മയുണ്ടോ? സ്ക്രിപ്റ്റ് എവിടെ? നിങ്ങളല്ലേ മധ്യസ്ഥ നിന്നത്? സ്ക്രിപ്റ്റിലെല്ലാം പുള്ളി എഴുതരാന്നല്ലേ പറഞ്ഞത്.
പറയുന്നത്. തയ്യാറായിട്ട് ചോദിക്കും, പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിക്കും. ആ സ്ക്രിപ്റ്റാണ് ഞാൻ സോമിച്ചിന്റെ ബാനറിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെയാണ്. അങ്ങനെയാണ് പുതിയ സംവിധാനം. ഇവരൊക്കെ ഒന്ന് ഹിറ്റെടുത്ത് പോയി നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവുമല്ലേ. അവര് വിളിച്ചാൽ സംസാരിക്കും, വിളിച്ചില്ലെങ്കിലും വിഷമമില്ല. അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ, പിന്നെ അവർ അതുമായിട്ട് മുമ്പോട്ട് പോകുമല്ലേ. അങ്ങനെയേ ഉള്ളൂ. നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളുടെ ഒരു മൂവി കൂടെ അവർ വലിയൊരു ഡയറക്ടർ ആവുന്നത് നമ്മൾ പ്രൊഡ്യൂസറാണല്ലോ റിസ്ക് എടുക്കുന്നത്. അതിൽ വിജയിച്ചു വരുമ്പോൾ അവർക്ക് കഴിവുണ്ട്. ഡെഫിനറ്റ്ലി. പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കുന്നത് വിളിക്കാത്തവരൊന്നും ഇഷ്ടമല്ല. ടെമ്പററി ആണല്ലോ, നമ്മൾ ആരും പെർമനൻ്റ്ലി ഒന്നും കൊണ്ട് നടക്കില്ലല്ലോ. ചിലപ്പോൾ ഞാൻ പിണങ്ങും, വീണ്ടും സിനിമ ചെയ്യും. സിനിമ ചെയ്തതിനു ശേഷം പടം കണ്ടേ അത് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഒന്നും പെർമനന്റ് അല്ലല്ലോ. ആ സമയത്ത് നമുക്ക് ഒരു ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലർ കൊണ്ടുവന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തഗ് ലൈഫ് വരുമ്പോ അതില് ഞാന് അറിഞ്ഞുകൊണ്ടാണോ ഇത്ര ധൈര്യമുള്ള ഒരു നടനുള്ളൂ. ഞാനായിട്ട് സത്യം അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്റ്റ് സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. അവനാണ്, പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞാൻ ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും. അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ. അതാണ് എന്റെ ചെറിയാണ്. അതിൽ ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവർ ഉപയോഗിച്ചോളണം. നന്ദി. ഏതാ എന്താ അല്ല, ഈ ഒരു ക്യാരക്ടർ അതല്ല, ഒരു കാര്യം ചെയ്യണം. എയർക്രാഫ്റ്റിംഗ് തലത്തിന്റെ പ്രശ്നം പറ്റിയില്ല. അതാണ് എയർക്രാഫ്റ്റ് എനിക്ക് പ്രശ്നം പറ്റിയില്ല. മറ്റേ സ്റ്റോക്കിന്റെ നീ അങ്ങനെ എന്തോ ചോദ്യം ചോദിക്കാൻ സോഷ്യലി കമ്മിറ്റഡ്. ഓക്കെ, ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. റോണി ചേട്ടന്റെ പാത്രം നോക്കുമ്പോൾ കോമഡി ആണെങ്കിലും വർക്ക്ഔട്ട്, ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി കൺവേ ആയിട്ടുണ്ട്. ചേട്ടന് അതിനുള്ളൊരു പ്രിപ്പറേഷൻസ് ഇവര് തന്ന ഒരു പറഞ്ഞല്ലോ, കുറെ മാസം വെറുതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി. അതാണ് സത്യം. എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു, ചൂസ് ചെയ്ത് അവസരം എന്റെ അടുത്ത് എത്തിയില്ലേ. ഞാൻ പടങ്ങളൊക്കെ വരുമ്പോൾ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ചില സജഷൻസ് പറയും, എപ്പോൾ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ തെരു പറഞ്ഞിട്ട് പോയത് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു മര്യാദയ്ക്ക് പറഞ്ഞ പടം ചെയ്യുന്നു. അപ്പൊ ഞാനിപ്പോ കുറച്ച് വാതിലുകൾ തുറന്നിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ചേട്ടൻ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും? ഞാൻ ഇന്ദ്രദീപിന്റെ അടുത്ത് പടം തുറന്നതിന് തലവശം പറഞ്ഞു, മീശ പരിപാടി കണ്ടോസ്കോഡിന്റെ ആ ഒരു പരിപാടി മോളുടെ ബ്രേക്ക് മീശ എടുക്കുന്ന പരിപാടി അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞോളൂ ഓർമ്മ ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയപ്പെട്ട ആ ഒരു മാൻഡ്രസ് നമ്മൾ ചെയ്തു വെച്ചത് എടുത്തിലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മൾ തല ചെയ്യുന്നതും പിന്നെ മീശ ഇല്ലാത്ത മീശ നമ്മൾ ചെയ്യുന്നതും. പിന്നെ അത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓവർ ദി ബോർഡായി പോണ സമയത്ത് വളരെ എന്റെ അനുജനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് കുറച്ചോളം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് പോകുന്നതിനൊക്കെ നല്ലല്ലോ, നമ്മൾ കൂടുതൽ കോ-ആക്ടർ പറഞ്ഞു തരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറാമാൻ നമ്മുടെ കണ്ടോസ്കോഡിന്റെ ഡയറക്ടറായിരുന്നു. ഇവർ നമ്മൾ ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പോ പല കൊള്ളാർക്കും ചെയ്തിട്ടുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കറിയാം. അതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിൽ ആൾക്കാരെ കൊണ്ടുവരാനും ആൾക്കാരെ അറിയിക്കാനും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നിപ്പോ ഇവിടെയുള്ള പലരും കണ്ടു, ഇതിലുള്ള എത്രയോ പേരിനോട് പറഞ്ഞു ചേട്ടാ കൊള്ളാന്ന് പറയുന്നു. ഇവരൊരു 10 പേരെടുത്ത് പോയി പറയുന്നു. ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമ എന്ന് വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആൾക്കാർ 10 പേര് കണ്ട ആൾക്കാർ അടുത്ത 10 പേരെടുത്ത് പറയുമ്പോൾ അവർ പോയി കണ്ട് കാര്യമുള്ളൂ. കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിട്ടിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി കൂടുതൽ അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്ക് ഇഷ്ടമാവാത്ത സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം.
പറഞ്ഞിട്ട് ഇതിലൊരു കാര്യമില്ല. നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസ്. ഇല്ല, ഞാൻ അത് ദിലീപേട്ടൻ സിനിമയല്ല. ദിലീപേട്ടൻ കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസത്തിന് അതൊക്കെ ഉള്ളൂ ആ സിനിമയിൽ. ആഴ്ചയില് 7 സിനിമകളോളം വിളിച്ചു വന്നു. അത് തീർച്ചയായിട്ടും ഒരു കൺട്രോൾ ചെയ്ത ഒരു സംഭവം തന്നെയല്ലേ ഒരു പ്രൊഡ്യൂസർ പോലെ. അടുത്ത ആഴ്ച വരുന്നത് 6 സിനിമകൾ. അത് ഞാനിവിടെ ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ മൂവി എടുക്കാന്നുള്ളത്. അതല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. എന്തൊക്കെ പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്നായാലും ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്നായാലും അത് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. വലിയ പൈസ മുടക്കിയ സിനിമകൾ ഇപ്പം ഓഡിയൻസ് കേടുന്നില്ല, രാജ്യത്ത് പറഞ്ഞത്. അപ്പൊ അതൊരു ഇഷ്യൂ തന്നെ അല്ലേ? ഇപ്പൊ എല്ലാരും ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ, ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നില്ല. അതിനെപ്പറ്റി എല്ലാവരും ഇത് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അല്ല, അതെന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് ഇപ്പം സമ്മർ ടൈമാണ്, ഏപ്രിൽ മെയ് അവധിക്കാലമാണ്. ഇപ്പം ജൂൺ കഴിഞ്ഞാൽ മഴ തുടങ്ങും, അല്ലെങ്കിൽ സ്കൂൾ തുറക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാർ മൺസൂൺ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല. അപ്പോൾ ഈ സമ്മറിലെ സംബന്ധിച്ച സീസണാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും കഴിഞ്ഞ എല്ലാ ആഴ്ചയും തന്നെ 4 സിനിമകൾ ഉണ്ട്. കാരണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് പ്രൊഡ്യൂസേഴ്സും അവരുമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബാധ്യതയല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ ബാനറും ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് ഇത് തീരുമാനിച്ച് അവരുടെ സിനിമ ഞങ്ങൾക്ക് ഈ റിലീസ് വേണം, നമുക്ക് ഈ സമ്മർ കഴിഞ്ഞു പോയാൽ തിയേറ്ററിൽ ആൾ കയറില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ റിലീസ് ചെയ്യുന്നുണ്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഒരുപാട് കൂടി. അത്രമാത്രം സിനിമകൾ ഈ വർഷത്തേക്ക് അത് കുറഞ്ഞു. പക്ഷെ കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം, കോവിഡിന് ശേഷമൊക്കെ ആൾക്കാർ കാണാൻ എല്ലാവർക്കും ജോലി വേണ്ടേ, എല്ലാവർക്കും പണി വേണ്ടേ. കോവിഡിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വളർന്നത് എല്ലാം ഇതിനോടൊപ്പം അല്ലേ. ഡിജിറ്റൽ വളർന്നു, ഓൺലൈൻ വന്നു, ഇതൊക്കെ ഈ വളർച്ചയൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ ആൾക്കാർക്ക് ജോലി വേണം, പുതിയ പുതിയ സിനിമകൾ സംഭവിക്കണം. അപ്പൊ അത്രമാത്രം കോവിഡിന് ശേഷം സിനിമകൾ പെരുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കൂടി. അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഒരു വർഷത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയും 3-4 റിലീസ് ഇതിന് ശേഷം വന്നു. അത്രയും അത് പിന്നെ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വന്നു, OTT വന്ന് പാതി വഴിയിൽ നിന്നുപോയ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT റിലീസുകൾ വന്നു. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈന്റെ മാറ്ററാണ് ഇത്. അപ്പോൾ ഇപ്പോ ഈ പറഞ്ഞ 7 റിലീസും ഇതൊന്നും അസോസിയേഷൻ ഇതിനകത്ത് ഒന്നും ചെയ്യാനുള്ള ഇതില്ല. അതായത് ബാനറിന് ഇത് ചെയ്യാന്നുള്ള മാത്രമേ. അത്തരം കണക്ക് കൊടുത്ത് സിനിമാ മേഖലയ്ക്ക് തകർച്ചയാണ് ഞാൻ സ്വയം കാണുന്നുണ്ട്. പല പ്രൊഡ്യൂസർമാരെ തിരിച്ചു പോകും, പല സ്വപ്നങ്ങളും ഇല്ലാതാവും, സ്വപ്നങ്ങൾ ഇല്ലാതാവും. അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസറെ പിടിച്ചുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ കണക്ക് കൊണ്ടുകൊണ്ട് കഷ്ടക്കണങ്ങൾ ലാഭത്തിലാണ്. ഒരു സിനിമ ഇത്രയും ലാഭം ഇട്ടടിച്ച സിനിമകളുണ്ടാവും, ലോകമെമ്പാടും പറയും മലയാള സിനിമ. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കണക്കുകൾ കൊണ്ടുപോകുന്നത്. അത് നേടുന്ന സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാകും. ഈ സിനിമ ഉൾപ്പെടെയാണെങ്കിൽ അവര് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് OTT ആദ്യം നമുക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ OTT വന്നു, ഒരു വലിയൊരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു ബൂം ഉണ്ടാക്കി, ഒരുപാട് മൂവീസ് എടുത്തു. പക്ഷെ ഒരു പോയിന്റ് അവർ നിർത്തി. ഇപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കുക അല്ലേ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ഇതിപ്പം നമ്മളായിരിക്കും നേരത്തെ OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവി ഇറങ്ങുന്നതിന് മുന്നേ അവർ എടുക്കുമായിരുന്നു. ഇപ്പം ആരും എടുക്കുന്നില്ല. ഇപ്പം അവർ തിയേറ്ററിൽ റിലീസായി അതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ കണ്ടിട്ട് അവർ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്കതാ ഫീൽ ചെയ്തത്. കാരണം ഒരു ബിസിനസ്സിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകില്ല. എല്ലാ മൂവിയും നമുക്ക് തിയേറ്ററിൽ ഓടി നമുക്ക് മീൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിനുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ OTT പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റും ആയിരുന്നു. അപ്പം നമുക്ക് OTT വന്നപ്പോൾ സാറ്റലൈറ്റിൽ നമുക്ക് കുറഞ്ഞു. ഇപ്പം എല്ലാ മൂവിയും സാറ്റലൈറ്റിൽ പോകുന്നില്ല. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം. ബിസിനസ് നടന്നിട്ടുണ്ടാവും, സാറ്റലൈറ്റ് ബിസിനസ് നടക്കാം, ഓവർസീസ് നടക്കാം. ഇതിന്റെ എല്ലാം കൂടെ കൂടി കണക്ട് വിടുകയാണെങ്കിൽ അത് സിനിമ ഒരു പരാജയമായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ചേർക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്?
അതൊരു ഗ്രൂപ്പ് അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനമല്ലേ. ഇപ്പം നമ്മൾ പേഴ്സണലി ഒന്നും നമുക്ക് അങ്ങനെ പബ്ലിക് എൻ്റെ തീരുമാനം ഇതാണ് എന്ന് എനിക്ക് പറയുന്നത് ശരിയല്ല. നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, ആ അസോസിയേഷൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. എന്താണ് പഠിപ്പിക്കാം. ആ അതെന്റെ സ്വന്തം ഹെഡ്സെറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്താ അത് ഏതാണ് ട്രാക്ക് ഇട്ടത്? അത് എന്ത് പാട്ടാണ്? മൈക്കിൾ ജാക്സന്റെ ഒരു സ്റ്റോറി അല്ലല്ല സിനിമയിൽ സിബി ഏതാണോ? നീയാണോ മൈക്കിൾ ജാക്സൺ? സിബി ഏതാണോ അത്? ഫസ്റ്റിലുള്ള സോങ് അല്ലേ? ആ ഫസ്റ്റും ഓക്കെ ഓക്കെ ആ അത് ഞാൻ ചെയ്ത ട്രാക്കാണ്. അല്ലാതെ ഇതൊക്കെ എന്തിനാണ് അവര് പറഞ്ഞു, ഞാൻ വെച്ചു. അത് വെച്ച് കഴിയുമ്പോ ായിട്ടുള്ളൊരു കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അപ്ഡേഷൻ ഒന്ന് പറയാമോ? അതുകൊണ്ടോ ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ അൻപർഷിതായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹമാണല്ലോ അതിന്. ലാലേട്ടൻ ആരായാലും നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. മാസങ്ങളായിരിക്കും തീരുമാനിച്ചിട്ടില്ല. പ്രോജക്റ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും ഒരു നെഗറ്റീവ്, ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരാറില്ല. ആകെ ഒരു അശ്വിൻ ഗോപൊക്കെയാണ് അത്യാവശ്യം 90% എങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നു. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് അറിയണമെങ്കിൽ ആ പടം OTT വെക്കണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മാൻ എന്ന സിനിമ. പൊന്മാൻ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിൽ പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മൂവികളിൽ ഒന്നാണ്. പലരുടെ നിന്റെ അഭിപ്രായം എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളിൽ ഒരു പടവും നമുക്കൊന്നും അല്ല നിന്റെയാന്ന് പറയണം. നീ അല്ല നിന്റെയാന്ന് പറയണം. അല്ല ഞങ്ങളൊക്കെ ഉള്ളത് നിന്റെയാന്ന് പറയണത്. അശ്വന്തൊക്കെ പറഞ്ഞത് 90% നിന്റെയാന്ന് പറയണം. നിന്റെയാന്ന് പറഞ്ഞോ. ആ നിന്റെയാന്ന് പറയാം. ബാക്കിയുള്ളവരെന്ന് പറയണ്ടത് നമ്മളൊക്കെ വിട്ടികളാവില്ല. പറയണം. ആ നിന്റെയാന്ന് പറയാം. ഓക്കെ ബാക്കിയുള്ളവര് പറയല്ലേ. എനിക്കത് വർക്കാവുന്നുണ്ട്. എന്താ പറഞ്ഞേ ഫസ്റ്റ്? ഇപ്പൊ എന്താ ഇതിന്റെ ചോദ്യം? കാരണം അന്നേരമാണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ട്രോളായിട്ടും അതിന്റെ റെസ്പോൺസ് വരാറുണ്ട്. അതായിരിക്കും ഒരു സിനിമ അതിനാണ് കറക്റ്റ് റിവ്യൂ എല്ലാവരും പറയാത്തതെന്നാണ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ കറക്റ്റ് റിവ്യൂ ആരും കറക്റ്റ് പറയുന്നില്ല. അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്കും ഒരു ബുദ്ധി ആലോചനയല്ലേ അത്. നീ നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്ക് ഒരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്കിപ്പോ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും? നമുക്ക് ഉണ്ടാവും. അതാ പറഞ്ഞ അത്രയുള്ള റിവ്യൂന്റെ കേസ്. സിമ്പിൾ അല്ലേ?
റിവ്യൂന്റെ കേസ് നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോകുന്നത്? ചിലപ്പോ ആയിരിക്കും, നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രയുള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കുക എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ? ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കും. അത്രയുള്ളൂ. റിവ്യൂവിന്റെ ഒക്കെ അടിസ്ഥാനപരമായ റിവ്യൂ എന്തിനാന്ന് എനിക്കറിയാം. എന്തിനാ എല്ലാം നീ ചോദിച്ചെന്ന് വെച്ചാ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പൊ നമ്മൾ OTT കേസ് നീ ചോദിച്ചതില് OTT വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയുമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് സ്ഥിരണം, മനസ്സിലായില്ല. അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വന്റെ അടുത്ത് അവരുടെ തന്നെ സംസാരിച്ചു. ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വൻ തന്നെ പറഞ്ഞു, ഏതോ റിവ്യൂർ തന്നെയാണ്. അവൻ പറഞ്ഞത് ഞാനത് തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസത്തിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസം എടുത്തിട്ടില്ലേ പല സിനിമകൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തത്? നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരൊക്കെ പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണം. ഒറ്റ കാര്യം കൂടി, വില്ലനെ പറ്റി കൂടെ ഒന്ന് പറഞ്ഞിട്ട്, വില്ലൻ കഥാപാത്രം ചെയ്ത ആളിനെ പറ്റി പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയണോ? എന്താ അവന്റെ നമ്പർ അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും എല്ലാ റിവ്യൂവിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരമായിരുന്നു. അത് ഈ സിനിമ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയില്ല. ഞാൻ പറഞ്ഞ തന്നെ റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായങ്ങൾ നല്ലതാണ്, പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ അടുപ്പുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലാതെ നിങ്ങൾ പോയി കാണുക. ഈ പറഞ്ഞ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ KGF ചാപ്റ്റർ 1 ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ 2-ന്റെ അത്ര ഓടിയൊരു സിനിമയല്ല. ഞാൻ ശരിക്കും OTT വന്നതിന് ശേഷം കണ്ടതാണ്. അപ്പൊ നമുക്കത് പിന്നെ OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പൊ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതൊക്കെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലിയും അനന്തര ടെക്നിക്കലും ഒക്കെ സൗണ്ടായുള്ള നല്ല പെർഫോമൻസിലുള്ള നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക.